ഞാൻ മുല്ലത്തരം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഭോപ്പാൽപുര. ഒന്ന് കേട്ടിട്ട് പോ 17-ാം ഭാഗം. അതിഥി സൽക്കാരം മറക്കരുത്. എബ്രായർ 13:2. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്യമാണിത്. 10 കൽപ്പനയെപ്പോലെ തന്നെ പ്രാധാന്യം ഈ വാക്കുകൾക്കുമുണ്ട്. അതിഥി സൽക്കാരം മറക്കരുത്. നമ്മളൊക്കെ അതിഥികളെ സ്വീകരിക്കുമ്പം കൈ കൊടുത്താണ് സാധാരണ സ്വീകരിക്കുന്നത്. അതിഥികൾക്ക് കൈ കൊടുക്കുമ്പോൾ തന്നെ നാം അവരോട് ചോദ്യം ചോദിക്കാറുണ്ട്. എന്താ പേര്? നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യം പലപ്പോഴും മറ്റൊന്നാണ്. എന്താ പേര്? ഞാൻ സൈനുദ്ദീൻ, ഞാൻ തോമസ് കുട്ടി, അല്ലെങ്കിൽ ഞാൻ സതീശൻ എന്നൊക്കെ അവർ മറുപടി പറയുമ്പോൾ നാം പ്രതീക്ഷിച്ച ചില ഉത്തരങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതല്ലേ സത്യം? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചോദ്യം തീർന്നില്ല. ഉത്തരം കിട്ടിയാൽ പിന്നെയും നാം ചോദ്യം ആവർത്തിക്കുന്നു. മറ്റൊരു ചോദ്യം: എന്ത് ചെയ്യുന്നു? ഞാൻ സെൻറ്റ് സ്റ്റീഫൻ സ്കൂളിലെ ബസ്സിൻ്റെ ഡ്രൈവറാണ്. നാം അവർക്ക് കൈ കൊടുക്കുമ്പോൾ ആ കൈ കൊടുക്കുന്നതിൽ എന്തോ ഒരു കുറവില്ലേ? മറിച്ച് നാം കൈ കൊടുക്കുന്ന ആ വ്യക്തി, നാം കൈ കൊടുത്ത് സ്വീകരിക്കുന്ന ആ വ്യക്തി ഒരു കമ്പനിയുടെ CEO ആണെന്നിരിക്കട്ടെ. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നു, ഞാൻ ഇന്ന കമ്പനിയുടെ CEO ആണ് എന്ന് പറയുമ്പോൾ നാം ആ കൈകൾ പിടിച്ച് കുലുക്കുന്നു. കൈ പോലും വിടാൻ താമസിക്കും. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യത്തിൻ്റെ പിന്നിൽ അവരുടെ സ്റ്റാറ്റസ് അറിയാൻ ഒരു ത്വരത മറഞ്ഞിരിപ്പില്ലേ? അതല്ലേ നമ്മുടെ ഗൂഢ ഉദ്ദേശം എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിയുന്നില്ലേ? നാം ഉദ്ദേശിക്കുന്നതും അത് തന്നെയല്ലേ? കൈ കൊടുക്കുമ്പോൾ നേരിട്ട് നിങ്ങൾ എന്താണെന്ന് ചോദിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അല്ലേ നാം അങ്ങനെ ചോദിക്കുന്നത്? വിശുദ്ധ വേദപുസ്തകത്തിൽ അബ്രഹാമിൻ്റെ മുൻപിൽ ഒരു ദിവസം അവൻ തലപൊക്കി നോക്കുമ്പോൾ തൊട്ട് മുൻപിൽ 3 പേർ വന്ന് നിൽക്കുന്നു. അവൻ അവരെ സ്വീകരിച്ചു. യജമാനന്മാരെ വന്നാലും അവരെ കൊണ്ടുവന്ന് ഒരു മരത്തിൻ്റെ തണലിൽ അവരെ ഇരുത്തി. യജമാനന്മാരെ, നിങ്ങൾ പോകരുത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആഹാരം ഒരുക്കിക്കൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ ഇരുത്തി. അവൻ കൂടാരത്തിലേക്ക് ഓടി. തൻ്റെ ഭാര്യ സാറായോട് കാര്യങ്ങൾ പറഞ്ഞു. ഭാര്യക്കാരനെ വിളിച്ചു, കാളക്കുട്ടിയെ അറക്കുക, നമുക്ക് അതിഥികൾ എത്തിയിരിക്കുന്നു. അവൻ അവർക്ക് വേണ്ട ആഹാര കാര്യങ്ങൾ എല്ലാം ഒരുക്കി. അവരെ വേണ്ട വിധം ആദരിച്ചു, സ്വീകരിച്ചു. അവർക്ക് അതിഥി സൽക്കാരം നടത്തി. വെണ്ണയും പാലും വരെ അവർക്ക് നൽകി. അവർക്ക് സന്തോഷമായി. ഇത്ര നല്ല ഒരു സ്വീകരണം, നല്ല ഒരു അതിഥി സൽക്കാരം എന്തെന്ന് അബ്രഹാം കാണിച്ചു കൊടുത്തു. തീൻമേശയിൽ അവർ കഴിച്ചു തീരുന്നത് വരെയും അബ്രഹാം അവിടെ തന്നെ നിന്നിരുന്നു. വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നമുക്കിത് കാണാം. അവർ പോകാൻ സമയമായപ്പോൾ സംതൃപ്തരായി അബ്രഹാം നൽകിയ ആതിഥ്യ മര്യാദകളെല്ലാം കണ്ട് എല്ലാം അനുഭവിച്ചറിഞ്ഞ അവർ സംതൃപ്തരായി പോകാൻ ഒരുങ്ങുമ്പോൾ ഒരു ചോദ്യം അബ്രഹാമിനോട് ചോദിച്ചു. അബ്രഹാമേ, നിന്റെ ഭാര്യ സാറ എവിടെ? അതുവരെ സാറ കർട്ടന് പുറകില, മുൻപിൽ വന്നിട്ടില്ല. അതിഥി സൽക്കാരം എല്ലാം ചെയ്യുന്നത് ഇവിടെ അബ്രഹാമാണ്. സാറ കൂടാരത്തിനുള്ളിൽ. അവൻ പറഞ്ഞു, സാറ കൂടാരത്തിനുള്ളിലാണ്. ആധുനിക യുഗത്തിലാണെങ്കിൽ, വെറുതെ ആണെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇന്നത്തെ കാലത്താണെങ്കിൽ ആ വന്ന 3 പേരും തിരിച്ചു ചോദിച്ചേനും, സാറാ മാമു, അബ്രഹാം ചേട്ടൻ എന്തിയേ? സാറാ മാമു, അബ്രഹാം ചായൻ എന്തിയേ എന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യമായിരിക്കും ആധുനിക യുഗത്തിൽ. അന്ന്
അബ്രഹാം ആതിഥ്യ മര്യാദകൾ അവർക്ക് കാഴ്ചവെച്ചു. അതുകൊണ്ട് തന്നെ പോകാൻ സമയമായപ്പോൾ അവർ പറഞ്ഞു, അബ്രഹാമേ, ഞങ്ങൾ അടുത്ത വർഷം ഇതിലേ വരുമ്പോൾ ഈ വീട്ടിൽ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാം. ചോദിക്കാതെ പറയാതെ കിട്ടുന്ന ചില നന്മകൾ, അതിഥി സൽക്കാരങ്ങൾ കൊണ്ട് കിട്ടുന്ന ചില പ്രാർത്ഥനകൾ, അതിഥി സൽക്കാരങ്ങൾ കൊണ്ട് കിട്ടുന്ന ചില അനുഗ്രഹങ്ങൾ, അതിഥി സൽക്കാരങ്ങൾ കൊണ്ട് കിട്ടുന്ന ചില നന്മകൾ, അതിൻ്റെ രുചി, അതിൻ്റെ മധുരം, അതിൻ്റെ മഹിമ മറ്റൊന്ന് അല്ലേ? ഇവർ ആവശ്യപ്പെട്ടതോ ചോദിച്ചതോ പറഞ്ഞതോ അല്ല, അതിഥികൾ അവരെ ഇങ്ങോട്ട് അനുഗ്രഹിക്കുന്നു. അടുത്ത വർഷം ഞങ്ങൾ ഇതുവഴി വരുമ്പോൾ ഈ വീട്ടിൽ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാം. അതിഥി സൽക്കാരം മറക്കാതിരിക്കുക. അത് ആര് എങ്ങനെ ചെയ്യണമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതിഥി സൽക്കാരം മറക്കാതിരിക്കുക. ഹലോ, ഒന്ന് കേട്ടിട്ട് പോകും. അമ്മാമ്മ ഇങ്ങോട്ട് വിടാനല്ല ഞാൻ പറഞ്ഞത്, അച്ചായൻ തന്നെ നോക്കിയാൽ മതി. ഹലോ, ഒന്ന് കേട്ടിട്ട് പോ. 17ാം ഭാഗം. ഞാൻ മുല്ലത്തരം ഡാലി അഥവാ സോമൻ ഭോപ്പാൽപുര.